സുധാര ധാര പറയണേ നോക്കിയേ. അമ്മ എന്തിനാ ഇപ്പൊ എങ്ങോട്ട് ഓടിപ്പോന്നേ? എനിക്കൊരു മനസ്സമാധാനമില്ല. എന്ത് പറ്റി? നീ ഇവിടെ ഒറ്റയ്ക്ക് കഴിയുമ്പോ എനിക്ക് അവിടെ നല്ല മനസ്സമാധാനാ. ഇവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്തില്ലാന്ന് പറഞ്ഞിട്ടില്ല അങ്ങോട്ട് ഓടിപ്പോയത്. അതിന് ഞാനില്ലെങ്കിൽ അവിടെ ഒരു കുഴപ്പമില്ല. അവളുടെ അച്ഛനും അമ്മയുണ്ട്, ശിവനും ഉണ്ട്. പിന്നെന്താ? ഇവിടെ ഇവനാണെങ്കിൽ 10 തികഞ്ഞു നിക്കണു. എന്റെ 500 റുപ്യ കാർ വാടായിട്ട് കളയിക്കണം, അത്ര ഉണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്ക്. അമ്മയ്ക്ക് ഇത് എന്ത് മനസ്സിലായിട്ടാ? കുറച്ചു നേരം തലയ്ക്ക് സൂര്യ ഉണ്ടാവട്ടെ. അതിരിക്കട്ടടാ. ഇപ്പൊ കറണ്ട് പോവും. പവർ കിട്ടപ്പോ 9 മണിക്കാ. ഏത് ചെയ്യാ? ബസ്സിൽ തൂങ്ങി നിന്നിട്ടാ. ഒരു കാറ് വിളിച്ചിങ്ങടെ ആക്കിയാൽ എന്താവന്? ഞാനൊന്നും പറയണില്ല, പറഞ്ഞാ കുറ്റാവും. കറണ്ട് വരുമ്പോ അമ്മ കണ്ടോ? രാത്രി മുഴുവൻ കണ്ടോ? ശിവന്റോട് അതെ, TV തൊടാൻ സമ്മതിക്കില്ല. അവൾക്ക് അതിന്റെ ഒച്ച കേൾക്കാച്ചാ തന്നെ കലിയ. ചിരിച്ചു കേട്ടെങ്കിലും ചെറിയ വിത്തൊന്നുമല്ല. നിന്റെ അനിയനാണെങ്കിലോ ഒരു പെൺകോന്തൻ. അമ്മയുടെ പൊന്നുമനല്ലേ? അമ്മ അവിടെ നിൽക്കാണ്ട് പോകുന്നതിന് അവനും അവളും കരയുണ്ടാവുന്ന എനിക്ക് തോന്നണേ. ഉവ്വ്, നമുക്ക് ആരും വേണ്ട. ആ മിലിറ്ററിക്കാരന്റെ മോളുടെ വിവരം വല്ലതും അറിഞ്ഞോ? പറഞ്ഞിട്ടുണ്ട്, നീ അവരാലോചിച്ച് പറയട്ടെ. മതി. അവന്റെ ഒരു പൂവും പൂക്കാളും ചൊടലക്കാടാടാ. 2 ലൈഫിന്റെ ചൊടലക്കാട്. ഇവനെ ഇന്ന് ഞാൻ എടാ വേണ്ടടാ, വേണ്ട, എന്തെങ്കിലും പറഞ്ഞു പോയിക്കോട്ടെടാ. ഒന്ന് പൊട്ടിച്ച കുറച്ച് ദിവസത്തേക്ക് സമാനം ഉണ്ടാവും. വേണ്ടടാ. നീ എന്താടാ വിചാരിച്ചേ? ഇന്ന് കാവലിരിക്കണല്ലേ? മോശം മനുഷ്യൻ ഒരിക്കലെങ്കിലും സ്വൈര്യം ഒന്നല്ലെങ്കിൽ ഒന്ന്. എന്നാ ജീപ്പ് മറിച്ചപ്പോ അങ്ങോട്ട് ചത്തുപോയാൽ മതിയായിരുന്നു. സുമംഗലിനി ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ജോസേ, ഒന്ന് വേഗം ശരിയാക്കിട്ട് വരൂ. കറണ്ട് ഇല്ലാണ്ട് മുത്തശ്ശി ഷേവ് ചെയ്യാൻ പോലും പറ്റില്ല. മേനൻ സാറ് കറണ്ടോണ്ട സേവ് ചെയ്യണേ. ആദ്യം നാട്ടുകാരുടെ കാര്യം, ഫസ്റ്റ് പ്രിഫറൻസ്. എന്നിട്ടേ മുല്ലശ്ശേരി മേനൻ സാറുള്ളൂ, ഈ ജോസുള്ളൂ. നാശം. കുട്ടി എന്തിനാ എന്നെ കുറിച്ച് നോണ പറയണേ? കുട്ടിയുടെ വീടായിട്ട് എനിക്ക് നല്ല ബന്ധാ. അതെന്തിനാ ഇല്ലാണ്ടാക്കണേ? മനസ്സിലായില്ല. മോര് വാങ്ങാൻ വീട്ടിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്തൊക്കെ നുണയാ മേനോൻ സാറിനോട് പറഞ്ഞേ? ആയിരുന്നോ? കുട്ടിയെന്നല്ലേ പറഞ്ഞത്? ഓ, അത് ഞാൻ കുട്ടിയായിരിക്കുമ്പോഴല്ലേ. അതൊക്കെ ഓർത്തു വെക്കാൻ പറ്റുമോ? കുട്ടിക്ക് എന്താ തലയ്ക്ക് സുഖമില്ലായ്മയുണ്ടോ? ചെറിയൊരു തലവേദന. തലയ്ക്ക് സ്ഥിരക്കുറവുണ്ടോന്ന് പ്രാന്ത്? ജോസേ, ഇയാൾ എന്തൊക്കെ പറയണു? എടീ, എന്റെ അടുത്ത് വേണ്ട കളി. മനുഷ്യനെ കളിയാക്കലുണ്ടല്ലോ. മുല്ലശ്ശേരിയിലെ കുട്ടിയാണെന്ന് ഞാൻ ആലോചിക്കില്ല. ഓർമ്മ വെച്ചോ. നീ പൊടത്തണ്ടി. പോ പിന്നെ എടുത്തോളാം. അറിയില്ലേ ഇവിടെ ഇരുന്ന പിസൂരി? അറിയില്ലേ സുധാരന്റെ പെങ്ങള് ജോസിനെ വഞ്ചിച്ചു. പിസൂരി. സാരില്ല, മറക്കുവാനേ കഴിച്ചു. ഇത്ര എളുപ്പം മനസ്സിൽ കൊണ്ടുവരുന്ന ആഗ്രഹ. അതിപ്പോ എനിക്കറിയാം, ഒരു 100 പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കേറ്. അപ്പൊ എന്റെ സൈക്കിളോ? അതവിടെ ഇരിക്കട്ടെ, ആരും കൊണ്ടുപോവില്ല. ജോസിനെ വേണ്ട, പിന്നെയാണ് ജോസിന്റെ സൈക്കിള്. കേറ് ജോസേ, പിടിച്ചിരുന്നോളണം. പള്ളി പറഞ്ഞാല് ജോസ് സ്ത്രീകളെ തൊടില്ല. ഒരു ഗ്യാപ്പ് എപ്പോഴും ആവശ്യ. ഒരു ഒട്ടക സൂചിക്കോയിലൂടെ കടക്കാൻ ഇതിൽ എത്രയോ എളുപ്പാ. ദേ കുഞ്ഞരാമേട്ടാ, നിങ്ങൾ നിങ്ങളുടെ പാടോക്കിപ്പോ എന്റെ പണി മെനക്കെടുത്ത് തന്നുണ്ടല്ലോ, ഒരൊറ്റ കുത്തൂര്. അതാ
ഞാൻ നേരത്തെ എത്തി. ഈ കോണക എന്റെ അമർത്ത് വരിക്കുന്നത് പറഞ്ഞിട്ടില്ല എന്നോട്. തീപ്പെട്ടി. ആ. ഗോപാൽട്ടാ, ആ. ഇന്ന് മൂപ്പർക്ക് എന്തോ അസ്കിത ഉണ്ടല്ലോ. അത് സാരല്ല, എന്തേലും ഉണ്ടാവും. അല്ലെങ്കിൽ ആ ചാത്തൂട്ടി ഉണ്ടാക്കും. അത്ര മിടുക്കനാ. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കുവരവിനും വരുന്നതിനും കാര്യങ്ങൾ ഇന്ന് തന്നെ തീരുമാനിക്കണം. ഉം. അടാവിടുന്ന കാര്യങ്ങൾ നടക്കും. ഗോപാലേട്ടൻ ചായല്ലേ? ആ, ഒരു ചായ എനിക്ക് നല്ല കടുപ്പത്തില്. ഗോപാലേട്ടാ, ആ. ആ പെൺകുട്ടി മഹാപശക. ഒന്നല്ലെങ്കിൽ അതിന്റെ അഹങ്കാരം, അല്ലെങ്കിൽ വട്ട്. ആര് പറഞ്ഞോളാ, അതല്ല അച്ചടക്കമുള്ള കുട്ടിയാ. അത് വട്ടുമില്ല, ഒരു ചട്ടുമില്ല. ഇന്ന് കണ്ടപ്പോ അവള് പറയണു അന്ന് പറഞ്ഞൊന്നും ഓർമ്മയില്ല. ആരാത്? എനിക്ക് മനസ്സിലായില്ല. ഓ, നിങ്ങളൊക്കെ ഒരു തരമാണല്ലോ. ആ കാന്താരി മുളകില്ലേ, മേനോൻ സാറിന്റെ പേരക്കുട്ടി. എന്താണ് എന്തു? അതാണ്. എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്റെ കേസ് നല്ല അസല് കേസാ. ഇനി വേറെ വല്ലതും കാണു ഉറപ്പിക്കണ്ടായോ? ഇയാളെന്തായി പറയണേ? ഇയാള് പറയണത് ആ മിലിറ്ററിക്കാരന്റെ മോളുടെ കാര്യ. അതെന്തായി? അവർക്ക് സമ്മതാ. ഇനി കാര്യങ്ങൾ സംസാരിക്കാം, ഉറപ്പിക്കാം. ഒരൊറ്റ മോള്, 2 ഏക്കർ പറമ്പും വീടും, 1 ലക്ഷം രൂപ ബാങ്കില്, ആഭരണങ്ങളും. അവർ ജാതകം നോക്കി, കുഴപ്പമില്ലാന്നാ. നമുക്ക് വേണമെങ്കിൽ വിശദമായിട്ട് നോക്കാം. കുട്ടിയുടെ തലക്കുറി ഒന്ന് വിട്ടിട്ടുണ്ട്. എന്തു പറയുന്നു? അത് ഗോപാലേട്ടൻ ആലോചിക്കാൻ തീരുമാനിക്കാം. മയ്യഴിപ്പുഴയൊഴുകി തൃക്കാൽ ചിലമ്പുകിലുങ്ങി പളുങ്കു കൽപ്പടവിൽ പാടി കൂവരൻ കിളി. മയ്യഴിപ്പുഴയൊഴുകി തൃക്കാൽ ചിലമ്പുകിലുങ്ങി പളുങ്കു കൽപ്പടവിൽ പാടി കൂവരൻ കിളി. നിറങ്ങളാൽ സ്വരങ്ങളാൽ പൊന്മുകിൽ പാളിയിൽ ദേവദൂതിയമാർ എഴുതി ഭാഗ്യജാതകം. മയ്യഴിപ്പുഴയൊഴുകി തൃക്കാൽ ചിലമ്പുകിലുങ്ങി പളുങ്കു കൽപ്പടവിൽ പാടി കൂവരൻ കിളി. ഇന്നലെയോളം എല്ലാരും ചൊല്ലി തേനില്ല പൂവിലെന്ന് പേരുടെ. ഇന്നലെയോളം എല്ലാരും ചൊല്ലി തേനില്ല പൂവിലെന്ന്. കാറ്റിന്റെ കൈ തേടുമ്പോഴോ കരളാകവേ കൂടേ കൂടം. മണവാളനാകാൻ കൊതിച്ചു തുള്ളി തുമ്പി വന്നെത്തി. പൂക്കാലമായി കനവിൽ പൂക്കാലമായി, പൂക്കാലമായി കനവിൽ പൂക്കാലമായി. മയ്യഴിപ്പുഴയൊഴുകി തൃക്കാൽ ചിലമ്പുകിലുങ്ങി പളുങ്കു കൽപ്പടവിൽ പാടി കൂവരൻ കിളി. നാഴിയിടങ്ങളിൽ ചോറ് വിളമ്പി തുമ്പയും തോഴിമാരും മണ്ണിൽ. നാഴിയിടങ്ങളിൽ ചോറ് വിളമ്പി തുമ്പയും തോഴിമാരും. വനമുല്ലകൾ പൂപ്പന്തല, കാട്ടാറുകൾ കണ്ണാടിയായി. 6 മാസം കഴിഞ്ഞു വന്നൊരു കാട്ടുതുമ്പിക്ക് കല്യാണമായി നാളെ കല്യാണമായി, കല്യാണമായി നാളെ കല്യാണമായി. മയ്യഴിപ്പുഴയൊഴുകി തൃക്കാൽ ചിലമ്പുകിലുങ്ങി പളുങ്കു കൽപ്പടവിൽ പാടി കൂവരൻ കിളി. നിറങ്ങളായി സ്വരങ്ങളായി പൊന്മുകിൽ പാളിയിൽ ദേവദൂതികമാർ
എഴുതി ഭാഗ്യജാതകം മയ്യഴിപ്പുഴയൊഴുകി തൃക്കാൽ ചിലമ്പുകിലുങ്ങി പളുങ്കു കൽപ്പടവിൽ പാടി കൂവരം കിളി. സോറി കേട്ടോ, മുഷിഞ്ഞില്ലല്ലോ. എന്താ വിശേഷിച്ച്? വിശേഷമുണ്ട്. എന്റെ കല്യാണം നിശ്ചയിച്ചു. പറഞ്ഞു കേട്ടു. അവസാനം അതങ്ങടെ ഒത്തൂല്ലേ? സന്തോഷം. സാറും ഭാര്യയും വന്ന് അനുഗ്രഹിക്കണം. ഡോക്ടറുകളെ കത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഞാൻ വരണ്ടല്ലേ? എല്ലാരും വരണം. കുട്ടിയെ പ്രത്യേകം ക്ഷണിക്കേണ്ട കാര്യമുണ്ടോ? വിളിക്കാത്ത സദ്യക്ക് ഞാൻ ഉണ്ണാൻ പോകാറില്ല. അമ്മ വെറുതെ പറഞ്ഞാണ്. അമ്മൂന്നാണോ എന്തോന്നാണോ എഴുതേണ്ടത്? അമ്മുന്തു. അമ്മുന്തു. എന്നാ ഞാൻ ഇറങ്ങേ. താങ്ക് യു. എല്ലാറ്റിനും ഞാൻ തന്നെ ഓടണേ. ഒരു കാപ്പ് കുടിച്ചിട്ട് പോവാം. വേണ്ട, ധൃതിയുണ്ട്. എന്നാലും അതല്ലോ അതിന്റെ മര്യാദ. താനിരിക്കേ. അമ്മോ, മുത്തശ്ശോട് കാപ്പി തരാൻ പറയൂ. കാപ്പി കൊടുത്തില്ല മുത്തശ്ശ. എപ്പോ? ആ മര്യാദക്ക് എനിക്കറിയാം. കാപ്പി ഞാനോ കൊണ്ടുവന്ന് കൊടുത്ത് മധുരം നല്ല പാകെന്ന് പറയുകയും ചെയ്തു ഇല്ലേ? അത് ശരി. എന്നാ അത് പറഞ്ഞൂടെ തനിക്ക്? എന്നാ ഞാൻ തന്റെ നേരം കളയില്ലായിരുന്നല്ലോ. ഒന്നുകൂടി വേണമെന്നുണ്ടാവും. വേണം ജവാൻ സാബ്? വേണ്ട മുന്തു. വരട്ടെ സാർ. ഓ, മുല്ലശ്ശേരി മേനോൻ സാറിന്റെ എവിടേക്കാ പോയിരിക്കണേ? ഒന്ന് പോയി നോക്കായിരുന്നു. അവിടേക്കാണെങ്കിൽ ഞാൻ പോയി നോക്കായിരുന്നു. പിന്നെ നിന്നെ അന്വേഷിക്കാൻ വേറെ ആളെ വിടണം. ഇപ്പൊ വരുമല്ലോ. വരട്ടെ. ശിവനെ അറിയിച്ചിട്ടുണ്ടാവോ? ദാ അമ്മാമ്മ വന്നു. വിളി തുടങ്ങി. ചിലപ്പോ ഒന്ന് നീട്ടേണ്ടി വരും. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? ഇപ്പൊ കരിമ്പഴന്ന് ഫോൺ വന്നതാ. നമ്മുടെ മുരളി മരിച്ചു. കൊന്നതാണെന്നാ പറയണേ. പാലക്കാട്ട് അവനൊരു ബന്ധമുണ്ടായിരുന്നല്ലോ. അവിടെ നാട്ടുകാരായിട്ടെന്തോ പ്രശ്നമായി. അടിയുണ്ടായിന്നൊക്കെ പറയുന്നു. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിരിക്കുക. മരണവും നിശ്ചയം, ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതൊരവസ്ഥയെന്നോർക്കണമെല്ലാരും സ്വകർമ്മവശാഗതം. തത്വമറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും പുത്രമിത്രാർത്ഥ കളത്രാദി വസ്തുനാ വേർപെടും നേരവും ദുഃഖമില്ലേതുമേ. സ്വഭേദമെന്നാൽ സുഖവുമില്ലേതുമേ. ബ്രഹ്മാണ്ഡ കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥാ മഹാജ്ഞാനിനാമുള്ളതും. ബന്ധമെന്തീ ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും കണ്ടവർക്കെന്തു സംഭ്രമം. കമ്പിത പത്രാലഗ്നാംബു
ആ പെട്ടി സാധനങ്ങളൊക്കെ അതൊക്കെ ഞങ്ങൾ എടുത്തോളാം. അമ്മ ഇവിടെ കൊണ്ടാകട്ടെ. ഞാൻ എടുക്കാം കേട്ടാ. ഞാൻ എടുത്തോളാം. എന്താണ് എടാ ഇതൊക്കെയാ ജീവിതം. ജനനവും മരണവും എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുമ്പോഴല്ല, അതൊക്കെ മുകളിൽ ഒരാൾ തീരുമാനിക്കും. സന്തോഷായി. ഇപ്പൊ എല്ലാവർക്കും സന്തോഷായി അല്ലടാ? ആ കുട്ടിയുടെ ജീവിതം നിങ്ങള് നശിപ്പിച്ചില്ലടാ. നീ ഈ പെട്ടി കൊണ്ട് അകത്തേക്ക് പോ. തെറ്റേളെ. ഉം. ചെല്ലേ. നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യല്ലടാ. വിഷമോ എനിക്ക് വിഷമണ്ടാ. ഈ ദൈവങ്ങൾക്ക് കണ്ണീരറിയില്ല, കണ്ണുമില്ല, എങ്ങനെ ഉണ്ടാവാല്ല? ആ. കല്ലും മണ്ണും കടലാത്തൊക്കെ അല്ലേ? അല്ലെങ്കിൽ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഇവിടെ നീ വൃത്തിയോടെ ഉണ്ടാക്കരുത്. മിണ്ടില്ല ഓരട്ടാ. ജോസിന് മിണ്ടില്ല. കരച്ചിലും പിടിച്ചൊന്നും വേണ്ട, നീ പോ. എന്താ ചെയ്യാ? അവള് പാവം ഓരട്ടാ. നീ പോ. ഞാനിന്ന് കുടിക്കും. ഇപ്പൊ കുടിച്ചിട്ടില്ല. എനിക്ക് കുടിച്ചു മരിയോ? ഞാനിന്ന് ജോസേ. കുടിച്ചു മരിയോ ഓരട്ടാ? ഞാനാ പറയുന്നത്, നീ പോ. എന്റെ വിഷമ. പോകാൻ. എന്റെ വിഷമെന്താ നിങ്ങൾ ആരും മനസ്സിലാക്കാത്ത? കൊല്ല്. അവള് പാവം ഓരട്ടാ. അവള് പാവം. അവള് പാവം. എന്താടാ അവന് തുടങ്ങി? പ്രായം ഉണ്ടായിട്ട് കാര്യമില്ല, ഇത്തിരി പകത്തിരിവ് വേണം. ഒരു മരണം കഴിഞ്ഞല്ലേ, അതിനിപ്പോ എന്താ? അതിനിപ്പോ എന്താ നവപടം. കൂട്ടാൻ നളിച്ചടാ. വിശന്നിട്ട് വയ്യ. 2 ദിവസമായിട്ട് ഭക്ഷണം ഒന്നും ശരിയല്ല. ഓ, സദ്യ ഉണ്ണാൻ കല്യാണത്തിന് പോയിരിക്കായിരുന്നല്ലോ. ചില നേരത്തെ അമ്മയുടെ വർത്തനം കിട്ടാൻ കലി വരും. സുമന്തി, ഓ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കഷ്ടണ്ട്. മോളോ? എന്റെ പൂക്കളൊക്കെ പറിച്ചു കളയാണോ നീ? സുമേ, മോള് പുറത്തൊക്കെ ഇറങ്ങുമ്പോ സൂക്ഷിക്കണേ. ഇവിടെ ഒരു പാമ്പുണ്ട്, നല്ല അസലൊരു മൂർഖൻ. അത് കടിക്കില്ല, സർപ്പാ. ഏയ്, കടിക്കില്ല, നക്കും. എടാ, ക്ഷണിക്കേണ്ടവരെയൊക്കെ നേരത്തെ ക്ഷണിച്ചില്ലെങ്കിൽ പരാതി ആവൂട്ടോ. ആ, വരട്ടെ. ചിലപ്പോ ഇത്ര നീട്ടേണ്ടി വരുമെന്ന് ഗോപാലേട്ടൻ പറഞ്ഞു. അവർക്കെന്തോ വിചാരിച്ച പോലെ കാശൊന്നും വന്നില്ല അത്രേ. അതിന്റെ പേരിൽ നമ്മൾ നീട്ടണോ? നമുക്ക് എന്തിനാ പൊന്നും പണമൊക്കെ? അത് മനസ്സിൽ വെച്ചാ മതി. പറഞ്ഞ വാക്ക് വിട്ടൊരു കളിക്ക് ഞാനില്ല. ഒരു നയാ പൈസ കുറഞ്ഞാ എന്നാ കിട്ടില്ല. അയ്യേ, ഇവൻ എന്നു മുതൽക്കാ കാശും പണത്തിനൊക്കെ എത്ര ആർത്തി തുടങ്ങിയത്? കേട്ടൂടി? ഗോപാലേട്ടാ, വിവരക്കേട് തന്നെയാ. നീ എന്താ ഈ പറയണേ? ഇതെന്താ കുട്ടികളിയാ? അവള് വിധവയായിട്ട് വീട്ടിലിരിക്കുമ്പോ ഞാൻ എങ്ങനെ ഒരു പെണ്ണും കുടുംബമായിട്ട് കഴിയുന്ന ഗോപാലേട്ടൻ പറയണേ? ഇതൊക്കെ ലോകത്ത് നടക്കണ കാര്യങ്ങളാടോ. ലോകത്ത് നടക്കണ്ടാവും, എനിക്ക് പറ്റണ്ടേ? അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന നോക്കിയാണോ ഞാൻ ജീവിച്ചത്? എന്നാ ഇപ്പോഴും ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നിൽക്കണോ ഞാൻ? അപ്പൊ ഇനി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് കഴിയാനാ പ്ലാൻ? അതാ യോഗെങ്കിൽ അങ്ങനെ. ഏതായാലും ഇപ്പോ ഗോപാലേട്ടൻ പോയി അവരോടൊന്ന് സംസാരിക്കണം. എന്ത് കാരണം പറയൂടാ? ഇങ്ങനൊരു മരണം ഉണ്ടായി, കുറച്ച് നീട്ടി വെക്കണമെന്ന് പറയാം, അത് ന്യായമുണ്ട്. എത്ര കാലം? വെറുതെ എന്തിനാ ഗോപാലേട്ട ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കണേ? അവർ നേരത്തെ വേറെ എന്തെങ്കിലും നല്ല ബന്ധം കിട്ടിപ്പോട്ടെ. അല്ലാണ്ട് എന്നെ കാത്തിരുന്ന എന്താ ഒരു ഉറപ്പ്?
ഇപ്പോഴാണെങ്കിൽ വിളി തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ.